ഊർജം പ്രസരിപ്പിക്കുന്ന നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഗാലക്സികളുടേതുപോലെയും, എന്നാൽ വലിപ്പം നോക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളെ പോലെയും. ഇത്തരത്തിൽ ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രഹേളികയാണ് ക്വാസാറുകൾ. ഇവയിൽ ആദ്യം തിരിച്ചറിഞ്ഞവയെല്ലാം റേഡിയോ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്നവയായിരുന്നു. നക്ഷത്രങ്ങളായി തെറ്റിദ്ധരിക്കുന്ന തരത്തിലായിരുന്നു അവയുടെ വലിപ്പം. ഇക്കാരണത്താൽ ക്വാസി സ്റ്റെല്ലാർ റേഡിയോ സ്രോതസ് അഥവാ ക്വാസി സ്റ്റെല്ലാർ റേഡിയോ സോഴ്സ് എന്നതിനെ രൂപചുരുക്കമാക്കി ക്വാസാർ എന്ന പേര് നൽകി. ആദ്യം കണ്ടുപിടിച്ചവയൊക്കെ റേഡിയോ സ്രോതസ്സുകളായിരുന്നെങ്കിൽ പിന്നീട് കണ്ടുപിടിച്ചവയിൽ അധികവും അങ്ങനെയല്ലായിരുന്നു. ഇക്കാരണത്താൽ ക്വാസാറുകൾ എന്ന പേര് ഉപേക്ഷിച്ച് QSO അഥവാ ക്വാസി സ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന പേര് വിളിക്കണമെന്ന് പലരും പറഞ്ഞു. എന്നാൽ ക്വാസാർ എന്ന പേര് തന്നെ നമുക്കിവിടെ തുടർന്ന് ഉപയോഗിക്കാം. ആദ്യത്തെ ക്വാസാറിനെ കണ്ടെത്തിയത് 1963 റേഡിയോ സ്രോതസ്സുകളെ സംബന്ധിച്ച് 3ാം കേംബ്രിഡ്ജ് സർവേയുടെ കാറ്റലോഗിലെ 273 നമ്പറായ 3C273 സ്ഥാനം ദൂരദർശിനി കൊണ്ട് പരിശോധിച്ചപ്പോൾ നക്ഷത്രം പോലുള്ള ഒരു വസ്തുവിനെ കണ്ടെത്തി. അതിൻ്റെ സ്പെക്ട്രം പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. നമ്മുടെ ഗാലക്സിയിലെ ഒരു നക്ഷത്രവും കാണിക്കാത്തത്ര ചുവപ്പ് നീക്കമാണ് അത് കാണിച്ചത്. വലിയ ചുവപ്പ് നീക്കം എന്നാൽ വലിയ വേഗത എന്നാണ് നമ്മുടെ ധാരണ. നമ്മുടെ ഗാലക്സിയിൽ നിന്നും പുറത്തേക്ക് പായുന്ന ഒരു നക്ഷത്രമായിരിക്കണം ഇതെന്ന് കണ്ടുപിടിക്കപ്പെടുകയും അവയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ഇത്തരം ചില്ലറ വിശദീകരണങ്ങളൊന്നും മതിയാകുകയില്ല എന്ന് മനസ്സിലായി. ക്വാസാറുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ 1963 ശേഷം വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 10,000-കണക്കിന് ക്വാസാറുകളെ കുറിച്ച് നമുക്കറിയാം. ക്വാസാറുകൾ നല്ല തോതിൽ എക്സ്റേ വികിരണം പുറപ്പെടുവിക്കുന്നുണ്ടെന്നും 1980-കളുടെ ആദ്യം ഐൻസ്റ്റൈൻ ഒബ്സർവേറ്ററി എന്ന കൃത്രിമോപഗ്രഹം വഴി പഠനത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ക്വാസാറുകളിൽ ഒന്നുപോലും നമ്മുടെ ഗാലക്സിയുടെ അടുത്തല്ല, എല്ലാം വളരെ അകലെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവയുടെ ചുവപ്പ് നീക്കത്തിന് അഥവാ റെഡ് ഷിഫ്റ്റിന് കാരണം വികസിക്കുന്ന പ്രപഞ്ചമാണെന്ന് കരുതി കണക്കാക്കി നോക്കിയാൽ ഹബിൾ നിയമം അനുസരിച്ച് അവയിലേക്കുള്ള ദൂരം ഭീമമായിരിക്കും. ക്വാസാറുകളിൽ നിന്നുള്ള ഊർജം അത്ര അധികം ദൂരം താണ്ടി ഇവിടെ എത്തണമെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ടാകണം. ഇത് ശതകോടിക്കണക്കിന് വർഷങ്ങളാകാം. ക്വാസാറുകളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ഭൂതകാലത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നോക്കുന്നത്.